ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത് 13 Pro Max ആണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഗ്രീൻ സ്ക്രീൻ അല്ലെങ്കിൽ യെല്ലോ ഷെയ്ഡുള്ള ഒരു സ്ക്രീനാണ് ഇപ്പോൾ ഇതിൽ നിലവിൽ നിൽക്കുന്നത്. ഇപ്പം കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കംപ്ലൈൻറ്റാണ് 13 സീരീസിൽ. അതുപോലെ തന്നെ ഇപ്പോൾ 14 സീരീസിൽ ഈ ഒരു ഇഷ്യൂ വന്നുകൊണ്ടിരിപ്പുണ്ട്. സോഫ്റ്റ്വെയർ അപ്ഡേഷന് ശേഷം എല്ലാവർക്കും കിട്ടുന്ന ഒരു കംപ്ലൈൻറ്റാണ് ഗ്രീൻ സ്ക്രീൻ, വൈറ്റ് സ്ക്രീൻ, യെല്ലോ സ്ക്രീൻ, ഇങ്ങനെ കുറേ ഡിസ്പ്ലേ പോകുന്നൊരു ഇഷ്യൂസ്. ഇതിപ്പം കസ്റ്റമർ സോഫ്റ്റ്വെയർ ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് താഴെ വീണപ്പോഴാണ് ഈ ഒരു ഇഷ്യൂ വന്നതെന്നാണ് പറഞ്ഞത്. നമ്മളെന്തായാലും സെയിം ഇഷ്യൂ, അതായത് സോഫ്റ്റ്വെയർ അപ്ഡേഷന് ശേഷം വരുന്നു എന്ന് പറയുന്ന ആ ഒരു കംപ്ലൈൻറ്റിൻ്റെ സ്ക്രീൻ ആയതുകൊണ്ട് നമ്മൾ സെയിം പ്രൊസീജിയറിൽ തന്നെ സർവീസ് ചെയ്ത് നോക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് സേഫായിട്ട് ഡിവൈസ് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം അകത്തെ കണ്ടീഷൻ ഒന്ന് നോക്കിയിട്ട് സർവീസ് ചെയ്യാം. ഇതിപ്പോൾ കസ്റ്റമർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഈ ഒരു ഇഷ്യൂ വരുന്നത് താഴെ വീണുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. അതിപ്പോൾ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആയതാണോ അതോ ഇതിപ്പോൾ ഒരു ഹാർഡ്വെയർ ഫോൾട്ട് ആണോ എന്നൊന്നും നമുക്കിതുവരെ കൺഫേം ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഡിവൈസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അകത്തെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് ഓൾറെഡി അഴിച്ചിട്ടുള്ളതാണ്. ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. ഇത് ബാക്ക് ഗ്ലാസ് ഒന്ന് മാറിയിട്ടുണ്ടെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അതുപോലെ തന്നെ എന്തോ കാര്യത്തിന് അഴിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഷീൽഡും സ്ക്രൂവും ഒക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഡിസ്പ്ലേ ബോർഡിൽ നിന്ന് വേർപിടിപ്പിച്ചിട്ട് നമുക്ക് സർവീസ് ഒന്ന് ചെയ്ത് നോക്കാം. 13 Pro Max ആയതുകൊണ്ട് തന്നെ അതിൻ്റെ 7-7 എന്ന ഒരു കണക്ഷനാണ് വരുന്നത്. നമ്മൾ ആ ഒരു കണക്ഷൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ടോ എന്നാണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ഇങ്ങനൊരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ 90% നമുക്ക് സർവീസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ സർവീസ് ചെയ്ത് റെഡിയായില്ലെന്നുണ്ടെങ്കിൽ ബോണ്ടിങ്ങിലൂടെ റെഡിയാക്കാൻ സാധിക്കുന്നതാണ്. അത് സ്ട്രിപ്പ് ബോണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ചെയ്യുന്നിടത്ത് നമുക്ക് സ്ട്രിപ്പ് ബോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം സോൾവ് ആകാറുണ്ട്. എന്നിട്ട് മാറിയില്ലെങ്കിൽ മാത്രം നമുക്ക് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തെടുക്കേണ്ട സിറ്റുവേഷൻ വരുള്ളൂ. 13 സീരീസിൽ 13 പ്രോയും Pro Maxലുമാണ് ഇങ്ങനൊരു സർവീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഇങ്ങനെ സർവീസ് ചെയ്താൽ റെഡിയാകുന്നത് 13 പ്രോയിലും Pro Maxലുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. 13ൽ ബോണ്ടിങ് തന്നെ നടക്കുകയുള്ളൂ, അതിൽ സർവീസ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. നമ്മളിപ്പോൾ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ വർക്ക് സക്സസ് ആണോ നോക്കാനായിട്ട് ഡിവൈസിലേക്ക് ഇട്ട് ഓണാക്കി നോക്കാം. നമ്മുടെ വർക്ക് സക്സസ് ആയിട്ടുണ്ട്. ഡിവൈസ് ആപ്പിൾ ലോഗോയിൽ ഓണായി വരുന്നുണ്ട് നോർമലി. അപ്പോൾ പ്രോബ്ലം സെയിം തന്നെ ആയിരുന്നു. സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേഷന് ശേഷം ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആയിരിക്കണം. എന്തായാലും പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട്. ഇതുപോലുള്ള നല്ല വീഡിയോകൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. നമ്മളിപ്പോൾ ഡിവൈസ് ഫുള്ളായിട്ടൊന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ.